ശംഭു മഹാദേവ മതവളത്തിന്റെ കുട്ടികൃഷ്ണനെ കാത്തുരക്ഷിക്കണേ. ശംഭു മഹാദേവ കാത്തുരക്ഷിക്കണേ. ഇന്നത്തെ പാകത്തെ കുറിച്ച് അറിയാൻ നാം കരുതുന്നു. അതിലൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. അതെ, പാഠമായിട്ടും ദൈവം വെച്ചാൽ മതി. അതിന്റെ ഒന്നും വേറെ നടത്തണമെന്നുണ്ടായിരിക്കണം. പപ്പടം പഴം ഉപ്പേ ഇവ മൂന്നും ഞാൻ വിളമ്പും. കാരണം വിളമ്പുകയും ചെയ്യാം, കുറിക്കുകയും ചെയ്യാം. എത്രപ്പോണക്കാമല്ലോ. പിന്നെ എനിക്കൊരു ചെറിയൊരു അപേക്ഷയുണ്ട്. വിളമ്പുകാർക്ക് വിളമ്പുന്നതിന് മുന്നാണ് ആഹാരം കൊടുക്കണം. അന്റെ വിചാരം മുന്റെ വിചാരം എന്നാണല്ലോ ആരോ പണ്ട് പറഞ്ഞിട്ടുള്ളത്. എന്തോ എല്ലാം പറഞ്ഞായിരുന്നു. അങ്ങനെ വല്ലതും പറഞ്ഞായിരുന്നു. രണ്ടുപേരോട് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചാല് കഥ പറയ്ക്കുമ്പോ ജനങ്ങൾ തുറക്കും, ജനങ്ങൾ തുറക്കുമ്പോ കഥ പറയ്ക്കും. ഇപ്പൊ ഒക്കുന്നില്ല, ഇപ്പൊ മനസ്സില്ല. ഞാന് പുറത്തെ പണിക്കാരനായിട്ടാ പറഞ്ഞത്. ഞാൻ പുറത്തെ പണി ചെയ്തോളാം, അകത്തെ പണി മറ്റു വല്ല വിളിച്ചിടാ മതി. രാമായണം വായിക്കാം. ഓ, കാണാൻ പാടുന്നോ? കുഴപ്പമില്ലല്ലേ? തന്റെ ഈ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ വീട്ടിലെ കണ്ണുകൾ കയറി പിടിച്ചോണ്ട് പോകും. നിങ്ങൾ വായിക്കുക. ദൂരത്തു കിടക്കുന്ന ഇരട്ടക്കായുടെ മുകളിൽ ഒരു കുത്തും ചന്ദ്രക്കര ഒരു ഗായിയുടെ മോടി വേറൊരു കീർക്കിടക്കുക. അങ്ങനെയല്ലേ? ദൂരത്തു കിടക്കുന്ന അത് പിന്നെ അങ്ങനെ വരുവാണല്ലോ. ദുർഗീവയങ്കിരി എന്നുള്ള നാമപദം അങ്ങനെയോ വഴിത്തരം ചൊന്നാൽ വന്തികേ. ഞാൻ എന്താ വായിക്കുന്നത്? വഴിത്തരം അവളിത്തരം കേട്ടു. രാമനോ മുണ്ടുമില്ല, ലക്ഷ്മണനോ തോർത്തുമില്ല. ഞാനെന്താ വായിക്കുന്നത്? രാമന് തോർത്തില്ല, ലക്ഷ്മണൻ മുണ്ടില്ലെന്നല്ലോ. രാമൻ ഓർത്തതുമില്ല, ലക്ഷ്മണൻ മിണ്ടിയതുമില്ല. അങ്ങനെയല്ലേ? സംസ്കൃതം തനിക്ക് ലെവലേഷൻ അറിയില്ല അല്ലേ? സംസ്കൃതം വേറെ ഭാഷ. എനിക്കോ ഇനി അറിയില്ല. നമ്മുടെ ക്ഷേത്രത്തിലെ ഉത്സവം വരികയല്ലേ? ക്ഷേത്രത്തിലെ കണ്ടിട്ടുണ്ടോ? അതിന് പറഞ്ഞ് തുടങ്ങുന്നതല്ല. കഴിഞ്ഞ പൗർണമിയില് ഞാൻ ആ ഇടിച്ചു പൊളിച്ചാൽ കെട്ടിച്ചതാ. അതിന് അയാളെ കൊണ്ട് എന്ത് ചെയ്താലും കൊടിയെ ഇരിക്കത്തുള്ളൂ. ഓടപ്പണിക്കും നല്ല ആൾക്കാരെ വിളിക്കുന്നത്. അങ്ങനെയുള്ള പണിക്കാരെ കിട്ടുള്ളോ? നല്ല പണിക്കാരെ കിട്ടില്ലേ? എല്ലാം ഞാൻ ശരിയാക്കി തരാം. കാര്യം അറിവുള്ളതാണല്ലോ ഈ കരുത്തൻ. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും, കല്ലിനുമുണ്ടാകുന്ന ഒരു സൗരഭ്യം എന്നാണല്ലോ പണ്ട് ഞാൻ അതെന്നും അങ്ങനെ കിടക്കുന്നുള്ളൂ. അങ്ങനെ കാലത്തിൽ ഗുരുവായൂരിട്ടാൽ കലവാകലെ കയ്പ് ചമിപ്പനുണ്ടോ? അങ്ങനെ അറിയാമല്ലോ. നമ്മുടെ കുട്ടികൃഷ്ണൻ മതം തന്നെ നിൽക്കുകയല്ലേ? ആ മരുന്നിനുള്ള മറുപടി വൈദ്യനെ കണ്ടിരുന്നോ? അങ്ങനെ കുറിപ്പടിക്കെന്തിനാ ഈ വൈദ്യരെ കാണാൻ പോകുന്നത്? എനിക്കും ആനവൈദ്യ പരമ്പരാഗതമായി അറിവുള്ളതാണ്. നിന്റെ അച്ഛൻ ആനവൈദ്യമായി ബന്ധം ഉണ്ടായിരുന്നോ? അച്ഛനുണ്ടായിരുന്നോ എന്നോ? എന്റെ അമ്മച്ചിക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു. അമ്മ വടക്കേപ്പാട്ട് ഇല്ലത്തിലെ പുറംപടിക്കാരി മാത്രമായിരുന്നില്ല. നാം അത് കേട്ടിട്ടുണ്ട്. പക്ഷേ അന്ന് വടക്കേപ്പാട്ട് ഇല്ലത്തിലെ ആന മൂന്ന് മൂന്ന് തിരുവനന്തപുരത്തിന് ആനവൈദ്യവും അറിയാമായിരുന്നു. അതുകൊണ്ട് ആനയ്ക്ക് കൊടുക്കാനുള്ള മരുന്നുകളെല്ലാം എടുത്ത് ശരിയാക്കുന്ന ചുമതല മൂത്ത തിരുവനന്തപുരത്ത് എന്റെ അമ്മച്ചിയെ ഏൽപ്പിച്ചിരുന്നത്. അങ്ങനെ ഒരു പൊന്നിച്ചിക്ക് മാസത്തിന് അർദ്ധരാത്രി സമയത്ത് ഉരപ്പലയിൽ വെച്ച് മരുന്ന് ഉരച്ചുകൊണ്ടിരിക്കുമ്പോഴാ എന്താ എന്റെ ഗർഭമുണ്ടായത്. അങ്ങനെ ആ ഗർഭത്തിൽ കിടന്നുകൊണ്ട് തന്നെ ഞാൻ ആനവൈദ്യം അഭ്യർത്ഥിച്ചില്ലേ.
പ്രാമുഖ്യം. ഇവ ഈരണ്ടുകാരൻ ജീവിതം എല്ലെന്ന് ഭയപ്പെടാൻ വെളിച്ചെണ്ണ ഇവ സമം ചേർത്ത് ഇടിച്ചു പൊടിച്ച് കാച്ചി അരിച്ച് മുറിവുള്ള ഭാഗത്ത് 3 നേരം പുരട്ടിയാൽ പിന്നെ ഒരുപാട് തോന്നി കാണത്തില്ല. മുറിവുള്ള ഭാഗം ഉണക്കി ഉറപ്പിക്കാൻ പറ്റിയത് ഇനി സേവയ്ക്ക് അത്തി എത്തി അരയാൻ വേരാൻ ഇട്ടപ്പരി വലപ്പേരി ബാബരി വയ്യാറാണ് നമുക്കൊരു നേരിയ ജടാമഞ്ഞി കണ്ണോളം കർപ്പൂരം ഇവ ഇടിക്കേണ്ടവ പൊടിച്ചും മുടിക്കേണ്ടവ ഇടിച്ചും ആയുർവേദ വിധിപ്രകാരത്തിൽ പാകത്തിന് തയ്യാറാക്കി പഴങ്ങളിൽ കുഴച്ച് പൊട്ടിക്കിട്ട് അന്നായത്തിനും വെച്ചു കൊടുത്താൽ മതി. അവൻ കലക്കി കടുവ കഴിക്കും. അങ്ങനെ കൺമല ഇപ്പൊ കൊടുക്കണ്ട. കൺമലം കഴിച്ച് ഉൾമതം ഉണ്ടാകും എന്നാണല്ലോ പ്രമാണം. മതമുണ്ടെങ്കിൽ ചിഹ്നം പിടിച്ചെടുക്കുന്ന കുട്ടികൃഷ്ണൻ കൊടുത്താറുണ്ട്. പിന്നെ അവരുടെ ഓട്ടത്തെ ഹാനികാരമായിരിക്കില്ല. അവർക്കും പണക്കും അതൊക്കെ കൊടുക്കണ്ട. കാക്കാൻ കാണുന്നില്ലല്ലോ.